കരിനീലിയമ്മേ ശരണം. നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്നും പതിവ് പോലെ തന്നെയാണ്. നമുക്കെന്നും ഓരോ കാരണങ്ങളുണ്ടായിരിക്കുമല്ലോ. അതുപോലെ ഒരു കാരണം തന്നെയാണ്. അതായത് ലാലൂർ ദേവസ്ഥാനത്ത് എന്തൊക്കെയാണ് പ്രധാന പൂജകൾ, അല്ലെങ്കിൽ അതായത് ഇപ്പം നമ്മുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് അല്ലേ. ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന് ഒരെണ്ണം, തലയ്ക്ക് ഒരെണ്ണം, കാലിന് ഒരെണ്ണം, എല്ലാത്തിനും വ്യത്യസ്തമാണ്. എല്ലാം സ്കാൻ ചെയ്ത്, പണ്ടൊന്നും ഡോക്ടർമാർ സ്കാനറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ആ നാല് പിടിച്ച് നോക്കിയേ, മറ്റേ ആ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രോഗങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ഡോക്ടർമാർക്കൊന്നും അതിനുള്ള സമയമില്ല. ഞാൻ ഡോക്ടർമാരെ കുറ്റം പറയില്ല കേട്ടോ, ടെക്നോളജി വലുതായി. അപ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രോഗം മനസ്സിലാക്കി ചികിത്സിക്കുക എന്നുള്ള രീതി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നിനും സ്പെഷ്യലൈസ് എടുക്കാൻ തുടങ്ങി. മറ്റേതൊരു ഡോക്ടറുണ്ട്, ഞങ്ങളവിടെ ഒരു മൊയ്തീൻ ഡോക്ടറുണ്ട്, ഒരു ദാമോദരൻ ഡോക്ടറുണ്ട്. ദാമോദരൻ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രോഗത്തിന് പോയാലും ചെന്ന അപ്പം മാറും. ആളിത്തിരി ഒച്ചത്തിൽ സംസാരിക്കുന്നു മാത്രമല്ലോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തൃശ്ശൂർ തന്നെയാണ് അയ്യന്തോള് കലക്ടറേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു മൊയ്തീൻ ഡോക്ടറുണ്ട്. ഞങ്ങളൊക്കെ അവരാണ് ശീലിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ദേവന്മാരും ഓരോ അമ്പലങ്ങളിലും ഓരോ പ്രത്യേകതകളൊക്കെയാണ്. ലാലൂർ ദേവസ്ഥാനത്ത് അങ്ങനെയല്ല. എല്ലാ രോഗത്തിനും ഒരു മരുന്നാണ് ഇവിടെ. എന്ത് രോഗത്തിനും ഇവിടെ ഒരു മരുന്നോ കൊടുക്കുള്ളൂ. പണ്ട് പറയില്ലേ, എല്ലാവരും പനി വന്നാലും ക്രോസിങ് കഴിക്കും. അങ്ങനെ തന്നെയല്ല, എനിക്കറിയില്ല കേട്ടാ, പേര് തെറ്റിയിട്ട് ഇനി അതുമൊക്കെ പിടിച്ച് കയറേണ്ട കാര്യം. പനി വന്നാലും ക്രോസിങ് കഴിക്കും, തലവേദന വന്നാലും ക്രോസിങ് കഴിക്കും, എല്ലാത്തിനും വയറുവേദന വന്നാലും ക്രോസിങ് കഴിക്കും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാ രോഗത്തിനും ഒരു ചികിത്സ, ഒരേ മരുന്നാണ്. പലയിടത്തും പല രീതിയിൽ. എന്നാലും ഇവിടെ ഉണ്ട് കേട്ടോ, ലിസ്റ്റ് ഉണ്ട്. എല്ലാ അമ്പലങ്ങളിലും പ്രദർശിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ സ്വാമിയുടെ ഇഷ്ടനിവേദ്യങ്ങൾക്കുള്ള പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കള്ളിന് എത്ര രൂപ, മദ്യം, അതുപോലെ തന്നെ മുറുക്കാൻ, പായസം, ഇതൊക്കെയാണെങ്കിൽ ഇവിടെ അതൊക്കെ കൂട്ടി കുഴച്ചിട്ടുള്ളൊരൊറ്റ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് അവിയൽ പരുവത്തിലാക്കിയിട്ടുള്ള ഒരു മരുന്നാണ് ഇവിടെ. ഒരൊറ്റ മരുന്നുള്ളൂ എല്ലാ ദോഷങ്ങൾക്കും. അതായത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കും, സ്വാമി എനിക്ക് ഇന്നതാണ്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നതാണ് എനിക്ക്, ഇന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? കല്യാണം നടക്കാനാണ്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? കല്യാണം മുടക്കാനാണ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. അത് മുടങ്ങിയൊന്നുമില്ല, അതൊക്കെ കല്യാണം അതിൻ്റെതായ പാട്ടിൽ നടന്നു പോയി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്, പലതിനും ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഒരേ ഒരു ചികിത്സ, ഒരേ ഒരു മരുന്ന്, അത് തന്നെയാണ്. അതായത് ഇവിടുത്തെ മരുന്ന് എന്ന് പറയണത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലാലൂർ ദേവസ്ഥാനത്തെ മരുന്ന് ജപത്തിലൂടെ സ്വാമിയിലെടുക്കുക. സ്വാമിക്ക് ആകെ ഒരു കാര്യം വേണ്ടോ, നൈവേദ്യം. മറ്റുള്ള മൂർത്തികളുടെ പോലെയല്ല, ശാസ്താക്കളെല്ലാം അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ആധികാരികമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പാടില്ലല്ലോ. ഇപ്പോൾ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈവേദ്യത്തിനാണ് പ്രാധാന്യം ശാസ്താക്കൾക്ക്. വിഷ്ണുമായ ആയിക്കോട്ടെ, കരിങ്കുട്ടി ആയിക്കോട്ടെ, പറക്കുട്ടി ആയിക്കോട്ടെ, കരിനീലി ആയിക്കോട്ടെ, ആരൊക്കെ തന്നെ ആയാലും അവർക്കൊക്കെ പ്രധാനം നൈവേദ്യം തന്നെയാണ്. നൈവേദ്യം കൊടുത്താൽ അപ്പോൾ അത് നോക്കണ്ടല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രിക്ക് റോഡുകളൊക്കെ നന്നാക്കാൻ തുടങ്ങി. ആൾ വന്ന് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് നന്നാക്കി. അതുപോലെ ആൾക്ക് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ അവിടെ നിന്ന് തന്നെ ആൾക്കാർ വന്ന് നല്ല രീതിയിൽ പാചകം ചെയ്ത് ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഭഗവാന്റെ കാര്യം അതിന് മുകളിലല്ലേ. നമ്മളൊരു ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി, അതിനേക്കാളും മുകളിലല്ലേ ഭഗവാന്റെ സ്ഥാനം. ഞാൻ അങ്ങനെ കാണുന്നത്. ഭഗവാൻ കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമോദിയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഭഗവാനെ ജപിക്കുക, ഭഗവാനെ 24 മണിക്കൂറും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക തന്നെ. ഞാനൊക്കെ അതല്ല ചെയ്യണം. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ആൾ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം. അവനെ കൊണ്ട് വല്ലാത്ത ശല്യേ, അത് കൊടുത്തേക്കാം. ആരെങ്കിലൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ, അപ്പുറത്ത് വിഘ്നേശ്വരൻ തടസ്സം ഉണ്ടെങ്കിൽ പറയാം അങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും അത് സാരില്ല, കൊടുത്തേക്കെന്ന് പറഞ്ഞ് വിഘ്നേശ്വരനും പറയും. തടസ്സങ്ങളൊക്കെ മാറ്റി. പലരും പറയില്ല, നമുക്കിപ്പോൾ ഒരാളോട് 10,000 രൂപ ചോദിക്കാനായിട്ട് പോയിന്ന് വിചാരിക്കുക. അപ്പോൾ ആളുടെ അടുത്ത് ഏതെങ്കിലും സുഹൃത്തുണ്ടാവും. അപ്പോൾ ആൾ പറയും, അത് അവന് കൊടുക്കണ്ടാട്ടാ, അവന് കൊടുത്താൽ അത് കിട്ടാൻ വഴിയില്ല, അവൻ പാകം വളരെ ക്ഷീണത്തിലാണ്,
അപ്പോൾ ക്ഷീണത്തിലായവർക്കൊന്നും മുന്നേറണ്ടേ. അതുപോലെ ഇതിലും തടസ്സങ്ങളുണ്ട്. സ്വാമി എന്തെങ്കിലും കാര്യം ചെയ്യാൻ വരുമ്പോഴേക്ക് വേറെ ആരെങ്കിലുമൊക്കെ പറയാം അതൊന്നും വേണ്ട, അവൻ അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് മറ്റോടത്ത് പോകുന്നുണ്ട് അതൊന്നും വേണ്ടാട്ടാ എന്ന് പറയുമ്പോഴേക്കും സാരില്ല എന്ന് പറഞ്ഞിട്ട് ഗണപതി ഭഗവാൻ അതിൻ്റെ വിഘ്നങ്ങളൊക്കെ മാറ്റി കൊടുത്തു പോകും. ഇന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കിയോടത്തോളം നാരങ്ങമാല ഗണപതിക്ക് ചാർത്തുന്നത് കാര്യതടസ്സങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ തടസ്സങ്ങൾക്ക് വിഘ്നങ്ങൾ വരാതിരിക്കാനായിട്ടാണ് കൂടുതലും ഗണപതിക്ക് 18 നാരങ്ങ 18 തവണ വാഴനാരിൽ കോർത്ത് മന്ത്രം ജപിച്ച് ഇടുക. അപ്പോൾ അതുപോലെ തന്നെ വിഘ്നങ്ങളൊക്കെ അതാണ് ഇവിടുത്തെ ലാലൂരത്തെ പ്രത്യേകത. അതാണ് ഇവിടെ എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട് അമ്മയുണ്ട്, വിഘ്നങ്ങൾ വരുത്താതിരിക്കാനായിട്ട് ഗണപതി ഉണ്ട്, പിന്നെ സാക്ഷാൽ വിഷ്ണുമായും കരിങ്കുട്ടിസ്വാമിയും ഇവരെല്ലാവരും കൂടിയുള്ള ഒറ്റ കുടക്കീഴിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ അനുഗ്രഹം ലാലൂർ ദേവസ്ഥാനത്തുണ്ട്. അതൊക്കെ ആയിരിക്കാം പലർക്കും ഫലപ്രാപ്തി പെട്ടെന്നുണ്ടാവണത്. പല കാര്യങ്ങൾക്കും പല ഫലപ്രാപ്തി ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഞാൻ പറഞ്ഞു വന്നത് ഒരേ ഒരു മരുന്നുള്ളൂ ഇവിടെ, അത് നൈവേദ്യമാണ്. അത് നൈവേദ്യം അർപ്പിച്ച് സ്വാമീനെ പ്രീതിപ്പെടുത്തുക. സ്വാമീനെ പ്രീതിപ്പെടുത്തുക പിന്നെ എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് ആയി. അതാണ് ഇവിടുത്തെ ലാലൂർ ദേവസ്ഥാനത്തെ രീതി. നിങ്ങൾ ജപിക്കുക, ദൈവത്തിലേക്ക് അടുക്കുക, നൈവേദ്യം അർപ്പിക്കുക, കാര്യം നടന്നാൽ നൈവേദ്യം അർപ്പിക്കുക, കഴിഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്യുക, വീണ്ടും സ്വാമീനെ കൊണ്ട് നടക്കുക. ജീവിതകാലം മുഴുവൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.